കണ്ണൂർ തലശ്ശേരിയിൽ സിപിഎം പ്രവർത്തകർ പോലീസുകാരെ ആക്രമിക്കുന്നതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുന്നു. സിപിഎം പ്രവർത്തകർ പോലീസുകാരെ കാവിനുള്ളിൽ പൂട്ടിയിടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ആദ്യം നമുക്ക് ദൃശ്യങ്ങളൊന്ന് കാണാം. പുറത്തു കൊണ്ടാണ് ഫെലിക്സ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഫെലിക്സ്, പോലീസിന് പോലും രക്ഷയില്ല നമ്മുടെ നാട്ടിൽ. ആര്യ, അതായത് പോലീസിനെ പൂട്ടിയ പ്രതിയെ പിന്നീട് പോലീസ് പൂട്ടി എന്ന് പറയുന്നതാണ് സത്യം. കാരണം മണ്ണോളിക്കാവിൽ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ സംഘർഷം നടന്നത്. അതായത് പോലീസ് ഒരു പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുകയും വാഹനത്തിൽ കയറ്റുകയും ചെയ്തു. അങ്ങനെ വാഹനത്തിൽ കയറ്റി പോലീസ് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഒരു CPM പ്രവർത്തനം വന്ന് ഈ കാവിൻ്റെ ഗേറ്റ് പൂട്ടിയത്. അങ്ങനെ പോലീസ് വാഹനത്തിന് പുറത്തു കടക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ പോലീസ് വാഹനത്തിനുള്ളിൽ നിന്നും ആ പ്രതിയെ CPM പ്രവർത്തകർ മോചിപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് വൈകുന്നേരം തന്നെ, അതായത് ഈ ഗേറ്റ് പൂട്ടിയ ഈ പ്രതിയെ പോലീസ് പിടികൂടി അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ലിനേഷ് എന്ന പ്രതി എന്നയാളാണ് ഗേറ്റ് പൂട്ടിയത്. അയാളെയാണ് പിന്നീട് പോലീസ് കസ്റ്റഡി എടുക്കുകയും അയാളെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. അതായത് CPM പ്രവർത്തകർ ചേർന്നാണ്, അതായത് 2 ദിവസമായി നടന്ന അക്രമ സംഭവങ്ങളാണ്. അതിൻ്റെ ആദ്യ ദിവസം അവിടെ BJP CPM സംഘർഷമുണ്ടാകുന്നു. അത് പോലീസ് പരിഹരിക്കാനെത്തുന്നു. അവിടെ CPM-ഉം പോലീസും തമ്മിൽ പോലീസുകാരെ CPM-കാർ ആക്രമിക്കുന്നു. അതിന് തൊട്ട് പിറ്റേ ദിവസമാണ് വീണ്ടും അവിടെ പ്രശ്നം നടക്കുന്നത്. അതായത് ഈ പോലീസിനെ ആക്രമിച്ച പ്രതിയെ പോലീസ് കസ്റ്റഡി എടുക്കുന്ന സമയത്താണ് അവിടെ CPM പ്രവർത്തകർ എത്തി ഈ പ്രതിയെ മോചിപ്പിച്ചത്. ആ മോചിപ്പിക്കുന്നതിനിടയിലാണ് പോലീസ് വാഹനത്തിന് പുറത്തേക്ക് പോലും കടക്കാൻ കഴിയാത്ത രീതിയിൽ അവിടെ ഗേറ്റ് പൂട്ടിക്കൊണ്ട് അവരൊരു സംഘർഷ അന്തരീക്ഷം CPM പ്രവർത്തകർ സൃഷ്ടിച്ചത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് 2 കേസുകൾ തലശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്തു. അതിൽ 82 CPM പ്രവർത്തകർക്കെതിരെയാണ് ഇപ്പോൾ കേസുകൾ എടുത്തിട്ടുള്ളത്. അതിൽ ഏതാണ്ട് ജാമ്യമില്ല വകുപ്പ് അടക്കം ചുമത്തി കേസെടുത്തിട്ടുണ്ട്. അതിൽ 2 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. അതിൽ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡിലായ പ്രതിയാണ് ഈ ഗേറ്റ് പൂട്ടുന്ന ലിനേഷ്. അതായത് ആ ഗേറ്റ് പൂട്ടി വാഹനം പുറത്തേക്ക് കടക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാക്കി ലിനേഷിനെയാണ് പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തത്. ഫെലിക്സ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി കൂടിയാണ്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഈ പോലീസ് പ്രതിസ്ഥാനത്ത് വരുന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ വരുമ്പോൾ പോലീസിന്റെ മനോവീര്യം തകർക്കുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ വാർത്തകൾ വരുന്നത് നല്ലതല്ല. പോലീസിന്റെ മനോവീര്യത്തെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം വാചാലനാകാറുണ്ട്. ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ പാർട്ടിക്ക് അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിക്കൊക്കെ എന്തായിരിക്കും പറയാനുണ്ടാവുക? അതായത് മണോളിക്കാവിൽ ഈ സംഘർഷം നടക്കുമ്പോൾ, അതായത് ഈ CPM പ്രവർത്തകർ ഈ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ, അതായത് ഈ പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് അയാളെ പുറത്തേക്കെടുത്ത് മോചിപ്പിക്കാൻ നേതൃത്വം നൽകിയത് CPM-ന്റെ ലോക്കൽ സെക്രട്ടറി എന്നതാണ് പോലീസ് പറയുന്നത്. അതായത് CPM-ന്റെ തിരുവങ്ങാട് വെസ്റ്റ് ലോക്കൽ സെക്രട്ടറിക്കെതിരെ ലോക്കൽ സെക്രട്ടറി 5ാം പ്രതിയാക്കിക്കൊണ്ടാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. അതായത് പോലീസിന് നേരെ CPM പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വളരെ മോശം ഒരു പ്രതികരണമാണ് ഉണ്ടായത്. അല്ലെങ്കിൽ ഒരു സംഘർഷം, അവരെ ഷോൾഡർ പിടിച്ച് വലിക്കുക, ആ രീതിയിലാണ് വന്നത്. അതായത് മുഖ്യമന്ത്രിയും ഈ പോലീസുകാർ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ എന്തൊക്കെ വിഷയങ്ങൾ വന്നാലും നമുക്കറിയാം പോലീസുകാരാണെന്ന് രക്ഷാപ്രവർത്തനം, അതായത് DYFI പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ്സുകാരെ മർദ്ദിച്ച സമയത്ത് അത് രക്ഷാപ്രവർത്തനം എന്ന് വാദിക്കുകയും പിന്നീട് മുഖ്യമന്ത്രി ഗൺമാൻ അടക്കമുള്ളവർ ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ മർദ്ദിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും അതൊരു തിരിച്ചടി എന്ന രീതിയിൽ ഇപ്പോൾ പോലീസിന് നേരെ DYFI പ്രവർത്തകർ അല്ലെങ്കിൽ CPM പ്രവർത്തകർ തന്നെ തിരിയുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറഞ്ഞത് പോലീസും CPM-ഉം കണ്ണൂർ ജില്ലയിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നതാണ്. അതായത് ഇതിനെ അദ്ദേഹം വളരെ ദൃശ്യങ്ങൾ കാണുമ്പോൾ അത് പോലീസിനൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാകുന്നുണ്ട്. കാവൽ ഒളിച്ചിരിക്കേണ്ട കാര്യം പോലീസിനില്ലല്ലോ, സ്വാഭാവികമായും അവരെ പൂട്ടിയിട്ടതാണ്.